നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ ഉത്സവം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്സവം സ്പെഷ്യൽ എപ്പിസോഡാണെങ്കിലും നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഉത്സവത്തിൻ്റെ 4ാമത്തെ ദിവസമായി ഇന്നാണ് ഞാൻ പന്തലിൽ പോയി കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. ഇല്ലത്തുനിന്ന് കുടിക്കുന്നതല്ലാതെ ഇന്ന് ഞാൻ പന്തലിൽ പോയി കഞ്ഞി കുടിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് കുറേ പേര് പറയുന്നുണ്ട് കൊതിപ്പിക്കരുതെന്ന്. അങ്ങനെ ഞാനും വിഷ്ണുവും കഞ്ഞി കുടിക്കുന്നത് ഇതിനെ കാണിച്ച് കൊതിപ്പിക്കുന്നതാവോ? അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അങ്ങനെ വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു മെസ്സേജാണ് അതിനുള്ള ഒരു പ്രചോദനം. ഞാൻ പറയാം. പ്രമീള നമ്പ്യാർ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാവശ്യം ഉത്സവത്തിന് തിരക്ക് കൂടിയെങ്കിൽ അതിന് കാരണം സവിതയാണ് ഉറപ്പ്. കാരണം സവിത പറയുന്നത് കേൾക്കുന്നവർക്ക് ഓടി വന്ന് ഉത്സവം കൂടാൻ തോന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓടി വന്ന് കഞ്ഞി കുടിക്കാൻ തോന്നട്ടെ എന്ന് കരുതി മനഃപൂർവ്വം നിങ്ങളെല്ലാം എന്താ പറയുക കൊതിപ്പിക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോ ആണെന്ന് വിചാരിച്ച് കാണൂ. നമുക്ക് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്.
അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടില്ലേ? വിശേഷങ്ങളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. പാളപ്ലേറ്റിൽ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്നതൊക്കെ കണ്ടില്ലേ? വിഷ്ണു എന്തുകൊണ്ടാണ് കൈ ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുന്നത്? പ്ലാവില വഴങ്ങുന്നില്ല എന്നാട്ടോ വിഷ്ണു പറയണേ. പ്ലാവില കൊണ്ടാകുമ്പോൾ അകത്തേക്ക് എത്തണില്ല അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് കഞ്ഞി കൈകൊണ്ട് കുടിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആഷികയും വിഷ്ണു ഞാനും കൂടിയിട്ടാണ് ഇന്ന് കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന എൻ്റെ കുട്ടികൾ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, പന്തലിൽ പോയി കഞ്ഞി കുടിക്കണം എന്ന്. അവർക്ക് ആ സമയം ശരിയാവണില്ല, പരീക്ഷാ സമയമാണല്ലോ. അപ്പോൾ അവർക്ക് ആ സമയത്ത് എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ചെന്നാലും ഇത് തന്നെ പറയുന്നുണ്ടാവും. അവിടെ നിന്ന് കുടിക്കുന്നതിലൊരു പ്രത്യേക രുചി തന്നെയാട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പം അതിനുശേഷം ഒരുപാട് പേര് പരിചയപ്പെട്ടു കേട്ടോ. അവിടെ വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഉത്സവ വിശേഷങ്ങൾ അടക്കമുള്ള ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളൊക്കെ എത്തിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അനുഗ്രഹങ്ങൾ തന്നു. എല്ലാവരോടും നന്ദി ഒരുപാട് പറയുന്നു കേട്ടോ. കാരണം നിങ്ങളുടെ നല്ല നല്ല വാക്കുകളാണ് ഈ ചാനൽ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഒരാളെങ്കിലും വന്ന് നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാട്ടോ എന്ന് പറയുമ്പോൾ ആ ഒറ്റ വാക്കിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നന്ദി. ഇനി ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഉത്സവം സ്പെഷ്യൽ സ്റ്റേജസ് വന്നിരിക്കുന്നത്. ഒരെണ്ണം തിരുവാതിരക്കളിക്ക് മാത്രമായിട്ടുള്ള സ്റ്റേജ്, പിന്നെ ഒരെണ്ണം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്റ്റേജ്. അങ്ങനെ ഉത്സവത്തിൻ്റെ 3 സ്റ്റേജുകൾ. അതിൽ 3ലും കലാപരിപാടികൾ നടക്കുന്നുണ്ട്. തിരുവാതിരക്കളി നിർത്താതെ തന്നെ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കലാപരിപാടികളുണ്ട്. അതിനുശേഷം പിന്നെ ചെറിയൊരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അത് രാത്രിയിൽ മാത്രമേ പറ്റുള്ളൂ, കാരണം ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ സമയത്തൊന്നും അവിടെ ഉണ്ടാവില്ല. രാത്രിയിൽ മാത്രം അവിടെയും പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കൽ. ഒരുപാട് പേര് പറഞ്ഞു ഈ പഴുക്കാമണ്ഡപം എന്നുള്ള ഒരു സംഭവം അറിയുന്നത് തന്നെ ചാനൽ കണ്ടിട്ടാണെന്ന്. അതിലും ഒരുപാട് നന്ദി ഒരുപാട് പേരോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു. ഇനി പഴുക്കാമണ്ഡപത്തിൽ തൊഴാൻ സാധിച്ചില്ല പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജസ് വന്നിട്ടോ. കാരണം രാവിലെ 10 മണിക്കകത്തെത്തി, 11 മണിയോട് കൂടിയിട്ടേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അകത്തേക്ക് എത്തുന്ന ആളുകൾക്ക് തൊഴാൻ പറ്റുള്ളൂ. അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ ആ ഒരു പകൽ സമയത്ത്. പിന്നെ രാത്രിയിൽ വിസ്തരിച്ച് എല്ലാവർക്കും കാണാൻ പാകത്തിന് കുറേ സമയം ഉണ്ടാവും. 8:30 മണി മുതൽ 12 മണിയോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ക്യൂ സംവിധാനം ഉണ്ടാവും. നന്നായിട്ട് കണ്ടു തൊഴാനും സാധിക്കും. സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്ക് ഈ ഒരു പഴുക്കാമണ്ഡപം തൊഴുന്നതിലൂടെ ഉണ്ടാവും തന്നെയാണ് ഭക്തജനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഓടി വന്നോളൂ, ഒരു ദിവസം നിൽക്കാൻ പാകത്തിന് തന്നെ പെട്ടെന്ന് പോന്നോളൂ. രാത്രിയിലെ പഴുക്കാമണ്ഡപവും എഴുന്നള്ളിപ്പും എല്ലാം കണ്ട് രാവിലെ കഞ്ഞിയൊക്കെ കുടിച്ച് സന്തോഷവാനും സന്തോഷവതികളുമായിട്ട് പോവാം. അപ്പോൾ എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് 2-3 ചോദ്യങ്ങൾ നോക്കാം.
ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഇന്ന് ഉത്സവം 4ാം ദിവസമായിട്ട് ഉത്സവത്തിൽ കൂടാനും പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് വന്ന 2 ഫാമിലി നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഉദ്യമം എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഈ ഓഫീസ് കണ്ടുപിടിക്കൽ ഇപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും. കാരണം ചെറിയ ബോർഡായിപ്പോയി. വലിയ ബോർഡ് ഞങ്ങൾ ഉടൻ തന്നെ വെക്കാം കേട്ടോ. മാത്രമല്ല നമ്മളൊരു ഇനോഗ്രൽ ഫംഗ്ഷനൊന്നും ആയിട്ട് ഇവിടെ നടത്താത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തൊന്നും അന്വേഷിക്കുമ്പോൾ അവർക്ക് അറിയണില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ അറിയണില്ല പറഞ്ഞു. അങ്ങനെ അറിയണില്ല പറയണ ആൾക്കാരോട് എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇവരെവിടെയാണെന്ന് ചോദിച്ചാൽ മതി, ഞങ്ങൾ എന്തായാലും എല്ലാവർക്കും അറിയാം ഇവിടെ കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ചാനലിൻ്റെ പേരും അതൊക്കെ കുറച്ച് ഫെമിലിയറായി വരുന്നേ ഉള്ളൂ ഈ ഏരിയയിലുള്ള ആളുകൾക്ക്. അപ്പോൾ അവരന്വേഷിച്ച് കണ്ടെത്തി വന്നതാണ്. വളരെ സന്തോഷം തോന്നി. ഫാമിലിയും കൂടെ പരിചയപ്പെടാം. നമസ്കാരം. ഉത്സവകാലമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ചേച്ചി പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ബിന്ദു. തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ അനന്തു. ഓക്കെ. ചാനൽ കാണാറുണ്ട് അല്ലേ? സ്ഥിരം കാണാറുണ്ട്. ഇത് സവിതേ വിഷ്ണുവിനെ വീഡിയോയിൽ കൂടെ കണ്ട് പരിചയമായി. ഓക്കെ. തൊഴുതോ? അമ്പലത്തിലായിട്ട് തൊഴുതു. പഴുക്കാൻ മണ്ഡപം തൊഴുതു. കഞ്ഞി കുടിച്ചു. ഇന്നലെ വന്നു. അപ്പൊ രാത്രിയില് പഴുക്കാൻ മണ്ഡപം കണ്ടായിരുന്നു. നന്നായി കണ്ടത് ഇതല്ലേ? ഉത്സവത്തിന് കൂടാൻ പറ്റി. എല്ലാം ദൈവത്തിന്റെ ഭഗവാന്റെ അനുഗ്രഹം. അതെ, ഗുരുവായൂരപ്പന്റെ വലിയ അനുഗ്രഹം. സത്യം. പാളയിലെ കഞ്ഞി നല്ല ടേസ്റ്റ്. അപ്പൊ ചേച്ചി പറയായിരുന്നു ഉത്സവം കഴിഞ്ഞിട്ട് വരാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കൃത്യമായിട്ട് ഉത്സവ സമയത്ത് അല്ലേ, ഉത്സവ സമയത്ത് എത്താൻ പറ്റി. അപ്പൊ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പൊ അവിടെ അത്ര നല്ല തിരക്കുണ്ടായിരിക്കും. ഇവിടെ അധികം തിരക്കുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് വന്നത്. എന്നാലും തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പൻ വേണ്ട വിധം എല്ലാം നേരെയാക്കി കൊടുത്തു അല്ലേ? ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ അവിടെ? ഇടയ്ക്ക് വൈശാഖത്തിൽ വന്നായിരുന്നു, നാമം പറഞ്ഞായിരുന്നു. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പം നമ്മുടെ നാമജപത്തിൽ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു ചേച്ചി. ഇവിടെ ഓഫീസ് വരെ കണ്ടുപിടിച്ച് വന്നതിൽ വളരെ 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 താങ്ക് യു. അനന്തു. സന്തോഷം സവിത, സന്തോഷം. ഓക്കെ, ശരി. അപ്പം ഇന്ന് ഉത്സവത്തിൻ്റെ 4ാമത്തെ ദിവസമായിട്ട് 2ാമത്തെ ഫാമിലി നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. നമുക്ക് പരിചയപ്പെടാം. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ലത അശോക്. ഓക്കെ. അപ്പൊ എവിടുന്നാ വരണേ? കൊല്ലം കൊട്ടാരക്കര. ഓക്കെ. ഇന്നലെ വന്നിരുന്നു? അപ്പൊ ഇന്നലെ രാവിലെ എത്തി. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു ഉത്സവത്തിന്റെ? പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ആസ്വദിക്കാനും ഒക്കെ പറ്റി. പഴുക്കാൻ മണ്ഡപം കണ്ടു, കഞ്ഞിയും പുഴുക്കും കഴിച്ചു. ആദ്യമായിട്ടാണോ പഴുക്കാൻ മണ്ഡപം? ആദ്യമായിട്ടാണ് ചാനലിൽ കണ്ടപ്പോ സന്തോഷം. അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഉദ്യമം എല്ലാവരിലും നല്ലോണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ആദ്യമായിട്ടാണ് പഴുക്കാൻ മണ്ഡപം കാണുന്നത്, അതുപോലെ തന്നെ കഞ്ഞി കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും രാവിലെ തൊഴാൻ സാധിച്ചു അല്ലേ? കാഴ്ചശിവേലി അങ്ങനെ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വന്ന് കാണുമ്പോൾ അതിനൊരു പ്രത്യേക. എനിക്ക് ഇന്നലെ ഇന്നും വേറെ വിശേഷമുള്ള ദിവസമായിരുന്നു. വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. പക്ഷെ ഈ ഡേറ്റിൽ നമ്മളിത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മറ്റത് അറിഞ്ഞത്. അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പൻ വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് തന്നെ തൊഴാനൊക്കെ സാധിച്ചു. ഇതെന്തായാലും ഓരോരുത്തരായിട്ട് വന്നു ഇവിടുത്തെ ഈ ഒരു ഉത്സവത്തിൽ കൂടാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമാണ് തരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് കൂടെ സാധിച്ചുല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് എല്ലാം. പിന്നെ ഇനിയും വരാൻ പറ്റട്ടെ, ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധിക്കട്ടെ. കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിവിടെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് തൃശ്ശൂര് അല്ലേ? ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എവിടെയായിരുന്നു ജോലി ചെയ്തിട്ട്? ഞാൻ വനിതാ ശിശു വികസന വകുപ്പില്. ഓക്കെ. അപ്പൊ ഒരു പുതിയ റിലേറ്റീവ്സ് ആയിട്ട് സന്തോഷം. നമ്മുടെ ഒരു വലിയ ഫാമിലിയില് ഈ അടുത്ത കാലത്താണ് ജോയിൻ ചെയ്തത്. അപ്പൊ എന്നെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. സന്തോഷം, വളരെ സന്തോഷം. കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് മാറി അല്ലേ? സന്തോഷം. സുനിതാ ഹരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഭഗവാന്റെ 9ാം ഉത്സവത്തിനും 10ാം ഉത്സവത്തിനും സ്വർണ്ണ പഴുക്കാൻ മണ്ഡപത്തിന്റെ എഴുന്നള്ളിത്ത് ഉണ്ടാകുമോ? ഉണ്ടാവുമെങ്കിൽ എത്ര മണിക്കാണ് തുടങ്ങുന്നത് എന്ന് പറയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് കേട്ടോ. എന്നാലും ഉത്സവ വിശേഷമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം വീണ്ടും എടുക്കുന്നത്.
അതായത് 9ാമത്തെ ഉത്സവത്തിനും 10ാമത്തെ ഉത്സവത്തിനും വൈകുന്നേരം, അതായത് രാത്രിയിലെ 8 മണിയുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാവില്ല. അതിന് പകരം വൈകുന്നേരം സ്വർണ്ണപ്പഴിക്കാ മണ്ഡപത്തിൽ കൊടിമരത്തിൻ്റെ ചോടയാണ് എഴുന്നള്ളിച്ച് വെക്കുക. അതുമാത്രമല്ല അവിടെ നിന്നാണ് ദീപാരാധന ഉണ്ടാവുക കേട്ടോ. അന്നത്തെ ദിവസം ദീപാരാധന കഴിഞ്ഞ് ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. 6 മണി തൊട്ട് 9 മണി വരെയാണ് ഗ്രാമപ്രദക്ഷിണം ഉണ്ടാവുക. പറ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാമ നിവാസികൾ എല്ലാവരും ഭഗവാനെ സ്വീകരിക്കുക. അപ്പോൾ അന്നത്തെ ദിവസം കാണേണ്ടത് തന്നെയാണ് ഗുരുവായൂരപ്പനെ. ഓരോ കടയുടെ മുമ്പിലും അവരവരുടെ വെച്ച് ആരാധിക്കുന്ന ആ ഒരു കൃഷ്ണ വിഗ്രഹം എടുത്ത് പുറത്ത് വെച്ച് വിളക്ക് കൊളുത്തി വെച്ച് പറ നിറച്ച് വെച്ച് വളരെ നല്ല രീതിയിലാണ് എല്ലാ കടകളുടെ മുമ്പിലും ഭഗവാനെ വരവേൽക്കാനായിട്ട് തയ്യാറെടുത്ത് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പം സാധിക്കുന്ന ആൾക്കാർ ഈ 9ാം ഉത്സവത്തിനും 10ാം ഉത്സവത്തിനും എത്താൻ പാകത്തിന് വന്ന് നോക്കൂ കേട്ടോ. ഒരു തവണയെങ്കിലും ഇതിലൊക്കെ പങ്കെടുക്കേണ്ടത് തന്നെയാണ്. ഓരോ വർഷം കഴിയും തോറും വിപുലമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവമൊക്കെ പേരിന് മാത്രമായി ചുരുങ്ങുമ്പോൾ ഇവിടെ വളരെ വിപുലമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഉണ്ടാവട്ടെ ഈ ഒരു ഉത്സവകാലത്ത് എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല, അതൊരു ഉത്സവം സ്പെഷ്യൽ എപ്പിസോഡായിട്ട് മാത്രം കാണൂ കേട്ടോ. മാത്രമല്ല നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും നിങ്ങളിലേക്ക് ആ ഒരു ഉത്സവ കാഴ്ചകൾ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ചുരുക്കി എല്ലാം വിവരിക്കാം കേട്ടോ. നമ്മൾ കിഴക്കേ നടയിലൂടെ വരുമ്പോൾ തന്നെ നമുക്ക് ആ നടയോട് അടുക്കും തോറും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ വാദ്യഘോഷങ്ങളും അതുപോലെ അവിടുത്തെ ആ ഒരു പരിപാടികളുടെ ഒക്കെ ഒരു ബഹളവും അത് നല്ല രസകരമായിട്ട് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ആ ദീപസ്തംഭത്തിൻ്റെ ചോടെ ഭണ്ഡാരത്തിൻ്റെ അവിടെ നിന്ന് ഭണ്ഡാരകൃഷ്ണനെയും അതുപോലെ തന്നെ ശ്രീലകത്തെ ഒരു തിരിയെങ്കിലും നമുക്ക് കണ്ടു തൊഴാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു പ്രദക്ഷിണമായിട്ട് കുളപ്രദക്ഷിണം വെക്കാനായിട്ട് നമ്മളിങ്ങനെ ആ ഒരു കൂവളത്തിൻ്റെ ചോടെ അവിടെ എത്തുന്ന സമയത്താണ് കഞ്ഞിയും പുഴുക്കിൻ്റെയും ആ ഒരു വരി, അത് തെക്കേ നടയിലാണ് നിൽക്കുന്നത് വരി. കഞ്ഞിയും പുഴുക്കും എടുത്തു കൊടുക്കുന്നതിൻ്റെ ആ ഒരു ലഹളയും ബഹളവും ഒക്കെ കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങളിൽ പുഴുക്കും കഞ്ഞിയും ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ലഹള കേൾക്കാം നമുക്ക്. അതുപോലെ തന്നെ അവിടെ ഒരു സൈഡിൽ ഒരു ചെറിയ കൗണ്ടർ ഇട്ടിട്ട് അവിടെ പ്ലാവില കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് നമുക്കൊക്കെ ഒരു ഉപാസന, അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ 10 പ്ലാവില കുത്തിയാൽ ഒരു പുഷ്പാഞ്ജലിക്ക് സമമാണ് എന്ന് പറയുന്നത് പോലെ നമുക്കൊക്കെ അതിലൊന്ന് പങ്കെടുക്കാൻ സാധിക്കും. അതിനുശേഷം പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് കലവറ കാഴ്ചകൾ കാണാം. അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള കലവറയിലെ ഓരോ വിഭവങ്ങളായിട്ട് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കലവറ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എത്രയുണ്ടായിരുന്നോ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും വിപുലമായി തന്നെ അവിടെ കഷ്ണം നുറുക്കൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇലക്കെട്ടുകൾ കൊണ്ടുവരാനായിട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ആ കഞ്ഞിയൊക്കെ അങ്ങോട്ട് എത്തിക്കാനുള്ള വാഹനങ്ങളുണ്ട്, ആളുകളുടെ തിരക്കുണ്ട്, ബഹളമുണ്ട്, എല്ലാം കൂടി ഉണ്ടല്ലോ. ഉത്സവം വളരെ 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 ഭംഗിയായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആ കാഴ്ചകൾ അത്ര മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എൻ്റെ വാക്കുകൾ അതിൽ പരിമിതമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട്, എനിക്ക് ഇത്രയൊക്കെ പറയാനേ അറിയുള്ളൂ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാവർക്കും വരാൻ സാധിക്കട്ടെ, പങ്കെടുക്കാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ വരാം. നന്ദി.